നമസ്കാരം. തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ ഇന്നലെ നടന്ന ED റെയ്ഡും അതിനുശേഷമുള്ള വയലൻസ്, അതെങ്ങനെ രാഷ്ട്രീയമായും ഒരു 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 അന്വേഷണം എന്ന നിലയിലും എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു ചിന്തയാണ് ഞങ്ങളിന്ന് സംസാരിക്കുന്നത്. സർ, ഇന്നലത്തെ വയലൻസ്, അത് കഴിഞ്ഞിട്ട് പാർട്ടി ഓഫീസിൽ ആൾക്കാർ പോവുക, പോലീസ് അവിടെ നിന്ന് അവരെ പിടിച്ചെടുക്കുക, അതിനുശേഷം പോലീസും പാർട്ടിക്കാരും തമ്മിലുള്ള ഒരു പറഞ്ഞ ഒരു വളരെ കേരളത്തിലെ വളരെ നടക്കുന്നതാണ് പലയിടത്തും. പക്ഷെ അത് വെളിയിലുള്ള ആൾക്കാരൊക്കെ വളരെ പുതുമയാണ് ഇങ്ങനെയൊരു നെഗോസിയേഷനൊക്കെ. മാത്രമല്ല, അത് കഴിഞ്ഞ് ഇന്ന് ശ്രീ സ്വരാജിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു വയലൻസേ നടന്നിട്ടില്ല, ഇതൊക്കെ ക്യാമറകളുടെ മുമ്പിൽ നടന്ന വയലൻസ് ആണ്, അതാണ് രസം. മാത്രമല്ല ഹോം മിനിസ്ട്രിയും NIAയും EDയും ഒക്കെ റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അതാണ് പോലീസ് ചീഫ് എന്ന ആഭ്യന്തര മന്ത്രിയെ രാവിലെ പോയി കാണുകയും ഒക്കെ ചെയ്തത്. പക്ഷെ ഒരു സംഗതി ആരും നോട്ടീസ് ചെയ്തിട്ടില്ല. ഈ റെയ്ഡ് നടക്കുന്ന രാവിലെ 11 മണിക്കാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അമിത്ഷായെ കണ്ടത്. അതിനുശേഷം അദ്ദേഹം ഇതിനെപ്പറ്റി ഒന്നും പറയുന്നുമില്ല, മീഡിയ വളരെ കൃത്യമായി ചോദിച്ചിട്ട്. അതായത് ശ്രീ അമിത്ഷാ അദ്ദേഹത്തോട് ഇതിനെപ്പറ്റി എന്തോ പറഞ്ഞു. അതെന്താണെന്നോ അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണോ പറഞ്ഞത്, എന്ത് ഒക്കെയാണ് പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നില്ല. എൻ്റെ ഒരു അനുമാനം, നമ്മൾ കേട്ടതനുസരിച്ച് അമിത്ഷാ വളരെ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ അമിത്ഷാ പൊതുവെ ഒരു വളരെ പരുക്കൻ രീതിയിലാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നടന്നോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ എന്തായാലും ശ്രീ സതീശൻ, ശ്രീ മുഖ്യമന്ത്രി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. സാർ, ഈ ഒരു ഡിനയൽ മോഡ് CPMന്റെ, അത് എത്ര കണ്ട് അവർക്ക് പ്രശ്നമുണ്ടാകും. വേറൊന്ന് സംഗതിയുണ്ട് സാറേ, ഇതുപോലെ EDക്കെതിരെ വയലൻസ് ചെയ്ത ബംഗാളിലെ കക്ഷികളെ ഞാൻ കേട്ടത് EDയും NIAയും അറസ്റ്റ് ചെയ്താൽ അവർ നേരെ കൊണ്ടുവന്ന് തിഹാറിൽ, അവരുടെ ഗസ്റ്റ് ഹൗസിൽ കുറെ നാളിട്ട് ചോദ്യം ചെയ്തിട്ട് തിഹാർ ജയിലിൽ ഡൽഹിയിൽ ഇടുന്നതെന്നോ പറയുന്നു. 2 വർഷമായി TMCയുടെ കുറച്ച് കക്ഷികൾ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അപ്പൊ അതേ വിധിയാണ് എനിക്ക് തോന്നുന്നത് പുതിയ നമ്മുടെ സഹാക്കൾ, കീഴടങ്ങിയ സഹാക്കൾക്കും ബാക്കി വരുന്നത്. പക്ഷെ ഇതൊക്കെ റിയാലിറ്റി ആയിരിക്കും. ഇത് നിഷേധിക്കുന്ന ശ്രീ സ്വരാജ്യമാരെ പറ്റി എന്താണ് സാർ നമ്മൾ കാണേണ്ടത്? നമ്മൾ ഇന്നലെ കണ്ടപോലെ അതൊരു വയലൻസ് ഇല്ലാതെ, എനിക്ക് വളരെ അപ്രിഷ്യേറ്റീവായിട്ട് തോന്നിയത് കണ്ണൂര് ശ്രീ പിണറായിയുടെ വീട്ടിൽ, അവിടെ എത്ര മനോഹരമായിട്ടാണ് അവർ ഹാൻഡിൽ ചെയ്തത്. അവരെ ഓഫീസർമാരോട് പറഞ്ഞു, നിങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി എഴുതി തരണം, നിങ്ങളത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതി തരണം. അത് എഴുതി മേടിച്ച് അവരെ കൂവി വിട്ടു. അത് എനിക്ക് തോന്നുന്നത് അതൊരു വളരെ അതൊരു മോഡൽ ബിഹേവിയർ ഈ കാര്യത്തിലൊക്കെ. അതായത് നിങ്ങൾ വന്നത് ഞങ്ങളെ മനഃപൂർവ്വം അപമാനിക്കാനാണ്, അതുകൊണ്ട് നിങ്ങൾ ഇന്ന അഡ്മിനിസ്ട്രേഷൻ്റെ ചട്ടകമാണ്, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് എഴുതി മേടിച്ച് നിങ്ങളെ വിരോധി പറഞ്ഞാൽ സാമൂഹികമായി അധിക്ഷേപിച്ചു വിട്ടു. അതിന് പകരം ഒരുതരം തെരുവ് ഗുണ്ടകളെ പോലെ പെരുമാറുമെന്ന് പറഞ്ഞാൽ എന്താണ് സാർ ഈ കാണിക്കുന്നത്? ഇവർക്ക് എനിക്ക് തോന്നുന്നത് CPMനെ BJPയുടെ ഇത്തരത്തിലുള്ള പരിപാടികളെ പറ്റി ഒരു നാട്ടിലെ CPMന് യാഥാർത്ഥ്യ ബോധമില്ല. ഇന്നലെ അതുപോലെ തന്നെ ഇവിടെ അറസ്റ്റ് ചെയ്ത CPM നേതാക്കൾ ശ്രീ ബേബി ഉൾപ്പെടെ ഉള്ളവരെ ബീഹാറിലോ അല്ലെങ്കിൽ സാറിനെ കൊണ്ടുപോകുന്നത് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ്, അല്ല സർ കൊണ്ടുപോയത്. ഹരിയാനയിലെ ഭവാനയിൽ, താങ്കൾക്ക് ഓർമ്മയുണ്ടോയെന്നോ എനിക്ക് സംശയമുണ്ട്. ഭവാനയിലായിരുന്നു ഈ എമർജൻസിയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഹരാസ് ചെയ്യാനുള്ളവരെ കൊണ്ടുപോകുന്നത് ഭവാന ജയിലിലാണ്, ഹരിയാനയിൽ. അവിടെ കൊണ്ടുപോയി ശ്രീ ബേബിയെയും മറ്റുള്ളവരെയും ഇടുകയും വൈകുന്നേരം 8 മണിക്കാണ് അവരെ ഫ്രീ ആക്കുന്നതെന്ന് കേൾക്കുന്നു.
സർ ഇത് എന്താണ് എനിക്കൊന്ന് CPM-നെ ഈ പിണറായിയോടുള്ള ഭക്തി വികാര തള്ളിച്ചയിൽ ഈ റിയാലിറ്റികൾ മറന്നു പോകുന്നു എന്ന് തോന്നുന്നുണ്ടോ സർ? അതെ, ചെറിയാൻ ആദ്യം നമ്മുടെ ഈ രാഷ്ട്രീയ സംഭാഷണ പരിപാടി കേൾക്കുന്ന മുസ്ലിം സഹോദരി സഹോദരന്മാർക്ക് എന്റെ ബലിപെരുന്നാൾ ആശംസകൾ. കാരണം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ദിവസം ബക്രീദിന്റെ ദിവസമാണ്. ഇന്ത്യയിൽ ഏറ്റവും വിഷമത അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിങ്ങൾ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ അവരോടുള്ള ഒരു ഐക്യദാർഢ്യം പറഞ്ഞുകൊണ്ട് മാത്രമേ ഇന്നത്തെ രാഷ്ട്രീയം സംസാരിക്കാൻ കഴിയുള്ളൂ. അപ്പൊ അത് നാട്ടിലല്ലാത്തോണ്ട് അത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി സാർ. ഞാനത് ഞാൻ പറഞ്ഞത് നമുക്ക് രണ്ടുപേർക്കും വേണ്ടി പ്രേക്ഷകരുടെ ആശംസകൾ അവർക്ക് നേരുന്നു. താങ്കൾ പറഞ്ഞത് CPM-ന്റെ ഇന്നലത്തെ പ്രകടനം, അതായത് ദേശീയ തലത്തിലും കേരളത്തിലും നടത്തിയ പ്രകടനം, എന്താണ് അതിന്റെ ചേതോവികാരം, അല്ലെ? എന്താണ് അങ്ങനെ ചെയ്യാനായിട്ട്? രണ്ട്, അതിന്റെ ഫലം എന്താണ്? അത് CPM ഒരു കാര്യം നമ്മൾ ഇന്നലെ സംഘർഷത്തിൽ അവസാനിപ്പിച്ചത് ഇത് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് അക്രമത്തിലേക്ക് പോകുന്നത്. ഒരു വിധത്തിലും ആരോടുള്ള സമരത്തെയും വിജയിപ്പിക്കും. അതാണ് എന്റെ RSS-നോടും BJP-യോടും ഉള്ള സമരത്തിനെ അല്ല, ഇപ്പൊ കോൺഗ്രസിനെതിരെയായിട്ടാണ് ഉണ്ടമുനയെങ്കിൽ അതും വിജയിപ്പിക്കുകയില്ല എന്നുള്ളത് ഒരു ചെറിയ യാഥാർത്ഥ്യമാണ്. ഒന്ന്, തീർച്ചയായും പിണറായി വിജയനെ എന്റെ നേരെ ഉണ്ടായ ഈ റെയ്ഡിൽ സ്വാഭാവികമായി അണികൾക്ക് ഒരു വികാരമുണ്ടാവും. എന്നാൽ അതുമാത്രമായിരുന്നു ഇന്നലത്തെ പ്രകടനത്തിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കൃത്യമായി പരിപാടിയിട്ടിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനങ്ങളായിരുന്നു. അതിന്റെ സ്ഥലങ്ങൾ, അതിന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ. അപ്പൊ കേന്ദ്ര പാർട്ടി നിർദ്ദേശമനുസരിച്ച് തന്നെ കൃത്യമായി ഈ ന്യായമായ പ്രതിഷേധ പരിപാടി നടക്കണം എന്ന ഒരു വെൽ ഓർഗനൈസ്ഡ്, വെൽ കോർഡിനേറ്റഡ്, അതിൽ ഈ അക്രമത്തിന്റെ അംശം അതും ഞാൻ ഈ പറയുന്ന പോലെ അത്ര നിഷ്കളങ്കമായ ഒരു വികാര പ്രകടനം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ ഒരു പ്രകടനം പരിപാടി ഇടാമെങ്കിൽ അത് സമാധാനപരമായി കൊണ്ടുപോകാനുള്ള കഴിവും അതിനുള്ള നേതൃത്വ ഇച്ഛാശക്തിയുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നടന്ന അക്രമ പ്രവർത്തനങ്ങൾ, അത് ഈ പറയുന്ന അനുസരിച്ച് ഈ ഫാസിസ്റ്റ് ഫെഡറൽ തത്വങ്ങളുടെ ലംഘനവും അവർ ചെയ്ത തെറ്റുമായി ഒരു തരത്തിലും ഞാനത് സന്തുലനം ചെയ്യുകയില്ല. അവിടെയാണ് താങ്കൾ, നമുക്കൊക്കെ, എനിക്കും താങ്കൾക്കും ഒക്കെ തെറ്റുന്നത്. അദ്ദേഹം ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് ഹോം മിനിസ്റ്റർ ശ്രീ അമിത്ഷാ, അദ്ദേഹമാണല്ലോ ഇതിന്റെ ഈ റെയ്ഡ് സംസ്കാരമൊക്കെ ഇവിടെ കൊണ്ടുവന്നത്. അദ്ദേഹത്തെ കാണുമായിരുന്നു. അവർ തമ്മിൽ എന്താണ് സംസാരിച്ചത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. അതിന്റെ ഞാൻ കാണുന്നത്, ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള ഇങ്ങനെയുള്ള ഘട്ടത്തിൽ ശ്രീ അമിത്ഷാ വളരെ പരുക്കനായി സംസാരിക്കുന്ന ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തോ നടന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ മൗനം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ പറയുന്നത് ആ ഷോക്കിൽ നിന്നും അദ്ദേഹം പുറത്തു വന്നാൽ ദൈനംദിന റിപ്പോർട്ടുകളുടെ കാര്യങ്ങൾ അത് നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല. നമ്മൾ റിപ്പോർട്ടിംഗ് അല്ല, എന്താണ് ഒരു ഞാൻ പറഞ്ഞത് ഇതാണ് രാഷ്ട്രീയമായി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നോർമൽ റെസ്പോൺസ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള റെയ്ഡ് നടത്തുന്ന മെയിൻ ആളെ കണ്ടിട്ട് വരുമ്പോൾ അത് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കാര്യം വെച്ചാൽ അതുകൊണ്ട് കാര്യമില്ല, അതൊക്കെ സാധ്യതയൊക്കെ വേറെ കാര്യം. പൊതുജനങ്ങൾ അത് കാണുന്നത് കുറ്റകരമായി ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി നമ്മൾ തന്നെ പറയുന്നുണ്ട്. ഈ ഇന്നത്തെ സിറ്റുവേഷൻ വളരെ വളരെ അബ്നോർമൽ ആയുള്ള സിറ്റുവേഷനില് ഞാൻ പറയുന്നത് അദ്ദേഹം തീർച്ചയായിട്ടും പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ താങ്കൾ എന്നെ പറയാൻ അനുവദിക്കണം. താങ്കൾ സതീശൻ വിമർശനം വരുമ്പോൾ ഇടപെടുന്നത് താങ്കളുടെ എന്തായാലും രണ്ട് പാർട്ടാക്കിക്കോളൂ. എന്നാലും ഇത് പറയണം. സതീശനോട് ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയും? രണ്ട് കാര്യങ്ങൾ സതീശൻ വ്യക്തമാണ്. അതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് വ്യക്തമാക്കേണ്ടത്? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്താണെന്ന് അദ്ദേഹം പറയണം.
രണ്ട്, അദ്ദേഹം ആഭ്യന്തര നയം എന്താണെന്ന് രമേശ് ചെന്നിത്തലയെ കൊണ്ട് പറയിപ്പിക്കണം. ഇന്നലെ രമേശ് ചെന്നിത്തലയുടെ പ്രകടനം ഇത്ര ദയനീയമായിരുന്നു താങ്കൾക്കറിയാമോ? ഒരു ആഭ്യന്തര മന്ത്രിക്ക് ഒരു വിവരവും ഇല്ലാതെ തികച്ചും പരാജയമായിരുന്നു അദ്ദേഹം. ഒരു പറഞ്ഞു. ഇത് പറയാതിരിക്കുന്നത് കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടാണെങ്കിൽ ദയവായി അദ്ദേഹം 9 മണിക്ക് ഞാൻ CM-നെ കാണുമ്പോൾ അദ്ദേഹത്തിന് പോലും ടിവിയിൽ നിന്നുള്ള വിവരമാണ് ഉള്ളത്. അറിയണമെന്നല്ല ചെറിയാൻ പറയുന്നത്, അറിയണമെന്നില്ല. പക്ഷെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത് പറയണം. അറിഞ്ഞോ അറിയില്ല എന്നുള്ളതല്ല. തീർച്ചയായിട്ടും അത് പറയാനില്ലാത്ത ധാർമ്മിക ധൈര്യമില്ലാത്ത, ധാർമ്മിക ഫലം വേണം. അദ്ദേഹത്തെ നമുക്ക് സുഖിപ്പിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം CM ആയിട്ട് ഒരാഴ്ചയായുള്ളൂ. ഞാൻ അദ്ദേഹം അതുകൊണ്ട് കാര്യമുണ്ട്. താങ്കൾ വെറുതെ അത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രകോപിപ്പിക്കുക. താങ്കൾ കൊടുത്തു സംഗതിയല്ല. ഇത് വളരെ സീരിയസ്, താങ്കൾ പറഞ്ഞ പോലെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്. അത് അദ്ദേഹത്തിന് ഒന്നുമില്ലെങ്കിൽ വേറൊരു കാര്യം മനസ്സിലാക്കണം. പിണറായിയായിട്ട് പിണറായിയായിട്ട് ഭരിക്കാൻ കഴിയില്ല. കതറിട്ട പിണറായിയായി നെഹ്റുവിന്റെ പേരുപയോഗിച്ച് മൗനം ഭജിക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ സഹാക്കന്മാരെ സോഷ്യൽ മീഡിയ പറയുന്ന സംഗതിയാണ്. അതിൽ കൂടെ ഒന്നും പറയാം എനിക്ക് സോഷ്യൽ മീഡിയയിലല്ല, ഞാൻ എന്റെ അഭിപ്രായം പറയും. ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ ആണെന്നോ എനിക്ക് സാർ പ്ലീസ്, നമ്മൾ രണ്ടുപേരും എഗ്രി ചെയ്യുന്നുണ്ട്. ഇന്നത്തെ സിറ്റുവേഷൻ നമ്മൾ വിചാരിക്കുന്നത് വളരെ സീരിയസ് ആണ്. ഞാൻ ഇന്നലെ ഗുജറാത്തി എൻ്റെ ഫ്രണ്ട് എക്സ്പ്രസ്സിലെ അദ്ദേഹം വിളിച്ചിരുന്നു ഒരു ഡിസ്കഷനിൽ. ഞാൻ ഹിന്ദിയിൽ പറഞ്ഞത് ഇന്നലെ കാണിച്ചത് ശ്രീ അമിത്ഷായും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും ഭരിക്കുന്ന BJP കേരളത്തോട് പറഞ്ഞത് നിങ്ങൾ ആരെ വേണേലും ഇലക്ട് ചെയ്തോ, പക്ഷെ ഞങ്ങളാണ് മേധാവി, ഞങ്ങളാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ള ഒരു മെസ്സേജ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം. അത് എന്നിട്ട് 6 or 7 ഇടങ്ങളിൽ ചെയ്തിട്ട് അവർക്ക് കാര്യമായി ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് പറയട്ടെ സർ. ശ്രീമതി വിജയനെയും ശ്രീ കർത്തായെയും ഒക്കെ അറസ്റ്റ് ചെയ്തേനെ ഇന്നലെ അവർ അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം അവർക്ക് കാര്യമായി ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അതാണ് സെക്രട്ടറി. പക്ഷെ ഒരു മെസ്സേജാണ്, ഞങ്ങളാണ് ഭരിക്കുന്നത്, നിങ്ങൾ ആരെ വേണേലും ഇലക്ട് ചെയ്തോളൂ, പക്ഷെ തീരുമാനിക്കും എന്താണ് അജണ്ട നിങ്ങളുടെ സർക്കാരിന്റെ. ഞാൻ പറഞ്ഞതിൽ നിന്ന്, താങ്കളുമായി ഈ കാര്യത്തിൽ വളരെ ശക്തമായി പറഞ്ഞതിൽ നിന്ന്, കോൺഗ്രസ് ഒരു ഗൂഢാലോചനയിൽ സതീശൻ പങ്കാളിയാണെന്ന CPM ആരോപണത്തെ ഞാൻ വിശ്വസിക്കുന്നില്ല. അത് താങ്കൾ മറക്കണ്ട. ഞാനിത് പറയുന്നത് കോൺഗ്രസും BJPയും കൂടിയുള്ള ഒരു ഗൂഢാലോചനയാണെന്ന CPM പ്രചരണത്തിനോട് ഞാൻ യോജിക്കുന്നില്ല. അല്ല, അത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും യോജിക്കാൻ കഴിയില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ പറയാനുള്ള ഉത്തരവാദിത്വം, രാഷ്ട്രീയം പറയാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട്. അതല്ലേ, അത് എത്രയും വേഗം അദ്ദേഹം ഉപയോഗിക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത്. നമസ്കാരം. കേരളത്തിന്റെ ഒരു പ്രത്യേക സിറ്റുവേഷൻ ആണ്. അത് എത്രയും വേഗം ക്ലിയർ ആകട്ടെ എന്നുള്ള ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ. കർണാടക